നമസ്കാരം, വിഷ്ണു വലിയകാട്ടിലാണ്. കുളത്തൂപ്പുഴയിൽ നിന്നും കുടിവെള്ളത്തിൽ മാലിന്യം കണ്ടെത്തി എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. കുളത്തൂപ്പുഴയിലെ ഒരു കടയിൽ നിന്നാണ് കുപ്പിവെള്ളത്തിൽ മാലിന്യം കണ്ടെത്തിയത്. ഈ കടുത്ത വേനൽ തുറന്നതിന് ശേഷം ശരിക്കും ധാരാളം ആളുകളാണ് യാത്ര ചെയ്യുന്നവർ കുടിവെള്ളം കടകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്നത്. പലരും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളും ഒഴിവാക്കി മിനറൽ വാട്ടറാണ് സാധാരണയായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു വരുന്നത്. അത്തരത്തിൽ പ്രമുഖ കമ്പനിയുടെ മിനറൽ വാട്ടറിലാണ് ഇതുപോലെ മാലിന്യം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ബിനു തങ്കച്ചൻ നമുക്കും ചേരുകയാണ്. ബിനു തങ്കച്ചൻ, കുളത്തൂപ്പുഴയിലെ ഏത് കടയിൽ നിന്നാണ് ഈ ഇത്തരത്തിൽ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതിൽ കണ്ടെത്തിയത്? കുളത്തൂപ്പുഴ പഞ്ചായത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫാത്തിമ റെഡിമെയ്ഡ് ഫ്രൂട്ട്സ് കടയിലാണ് ഇന്ന് ഇവിടുത്തെ ഉടമ വിളിച്ചതോടുകൂടിയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. എത്തുമ്പോൾ തന്നെ വളരെ മാലിന്യം നിറഞ്ഞ കുപ്പിയില് മാലിന്യം നിറഞ്ഞ രീതിയിലുള്ള വെള്ളമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒന്നാമത് ഇപ്പോൾ ജലക്ഷാമം കൂടി വരികയാണ്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ മിനറൽ വാട്ടർ. അതിലാണ് ഇങ്ങനെ ഒരു മാലിന്യം നിറഞ്ഞ ഇത് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രമുഖ കമ്പനിയുടെ മിനറൽ വാട്ടർ എന്ന് പറയുന്നത് ഇത് എത്ര രൂപ വിലയുള്ള ബോട്ടിലാണിത്? 20 രൂപ വിലയുള്ള ഒരു ബോട്ടിൽ 20 രൂപ. 20 രൂപ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സാധാരണപ്പെട്ട ആളുകൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി തന്നെ ഈ മിനറൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത് അല്ലേ? തീർച്ചയായും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് കമ്പനിയുടേതാണ് ഈ മിനറൽ വാട്ടർ. എല്ലാ കടകളിലും ഈ മിനറൽ വാട്ടർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ കടയുടമ എന്താണ് പറയുന്നത്? ഈ കമ്പനിയുടെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് കടയുടമ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അറിയാമോ? ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് തന്നതിൽ ഇങ്ങനെ വന്നതോടുകൂടി ഞങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അവർ വരുമ്പോൾ മാത്രമേ കടയുടമ ബന്ധപ്പെടുകയുള്ളൂ എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മിനറൽ വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഇത്തരത്തിൽ കുപ്പിവെള്ളങ്ങൾ ഉപയോഗിക്കാൻ കഴിയും നമുക്ക്, അല്ലേ? തീർച്ചയായും. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ കമ്പനികൾ പൂട്ടേണ്ട അവസ്ഥയിലാണ് വരേണ്ടത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ ഹോട്ടലുകളിലും അങ്ങനെയുള്ള കടകളിലെല്ലാം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള വലിയ കമ്പനികളിലൊന്നും ഇവർ പരിശോധന നടത്തുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുളത്തൂപ്പുഴയിൽ നിന്നും ചാനൽ വീട് റിപ്പോർട്ടർ ബിനു തങ്കച്ചാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. ഇവിടുത്തെ കടയുടമയ്ക്ക് ഇനി എന്താണ് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ഞാൻ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ കട നടത്തുന്ന പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്ത് ഫാത്തിമ റെഡിമെയ്ഡ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനം നടത്തുന്നതാണ്. കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ ഈ ചൂട് സമയത്ത് വെള്ളം കൂടുതൽ ചിലവാകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ കൂടെ ഡെയിലി വെള്ളം സപ്ലൈ ചെയ്യുന്ന വണ്ടിക്കാരിൽ നിന്ന് ഒരു 8 കാർട്ടൂൺ വെള്ളം എടുത്തായിരുന്നു. അത് എല്ലാം വിറ്റുപോയി. ലാസ്റ്റ് കാർട്ടൂൺ ഞാനിങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പൊട്ടിക്കാൻ നോക്കിയപ്പോഴാണ് അത് എടുത്തപ്പോൾ അതിനകത്ത് പച്ച കളർ കാണുന്നത്. വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ മുകളിൽ കളർ കളിക്കണക്ക് ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഞാൻ എടുത്ത് പൊട്ടിക്കാതെ തന്നെ അതിങ്ങനെ നോക്കിയപ്പോൾ എല്ലാ കുപ്പികളുടെ അടിയിൽ പായൽ അരിഞ്ഞ് കിടക്കും പോലെ കിടക്കുന്നു. സാധാരണ നമ്മൾ മിനറൽ വാട്ടർ ആൾക്കാർക്ക് ദാഹം മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മൊത്തം വെള്ളം മോശമായി കേടായ വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളമാണല്ലോ ജനങ്ങൾ വാങ്ങി കുടിക്കുന്നതെന്നുള്ള ഒരു വിഷമമുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ മീഡിയയുടെയോ അല്ലെങ്കിൽ അധികാരികളെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ആ വെള്ളം ഞാൻ പൊട്ടിക്കാതെ അങ്ങനെ തന്നെ അങ്ങ് വെച്ചു. എന്നിട്ട് 2 ദിവസം എനിക്ക് തിരക്കായിരുന്നു. ഈ വിഷുവിൻ്റെ കച്ചവടത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ ആരെ അറിയിക്കാതെ ഇന്നാണ് ഞാൻ ഇതുപോലെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്താരെങ്കിലും അറിയണം ഈ വെള്ളം ജനങ്ങളെ വാങ്ങി കുടിക്കരുത് എന്നുള്ള ഒരു നിശ്ചയത്തോടുകൂടിയാണ്. മെറീബ എന്ന് പറയുന്ന കമ്പനി ഇത് ഒരുപാട് നാളുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുളത്തൂപ്പുഴയൊക്കെ വിറ്റ് പോകുന്ന വെള്ളമാണ്. ഞാനും പല പ്രാവശ്യം വെള്ളം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ അറിയുന്നില്ല, ഞാനും അറിയുന്നില്ല. വെള്ളം വാങ്ങിച്ച് കുടിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യം മോശമാവും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത് പുറം ലോകം അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും മിനറൽ വാട്ടറുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക. ഇത്തരം കമ്പനികളുടെ മിനറൽ വാട്ടറുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ അത് ശുദ്ധമാണോ, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുളത്തൂപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ബിനു തങ്കച്ചിനൊപ്പം റിപ്പോർട്ടർ വിഷ്ണു വലിയകാട്ടിൽ, ചാനൽ വി.